Hi everyone, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്ന് നമ്മൾ കം എന്നുള്ള വേർബ് കൊണ്ടുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രേസൽ വേർബ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു വേർബിൻ്റെ കൂടെ ഒരു ആഡ് വേർബ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ ചേർക്കുമ്പം അതിനെ ഫ്രേസൽ വേർബ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ഒരു വേർബിൻ്റെ കൂടെ ഒരു ആഡ് വേർബും ഒരു പ്രപ്പോസിഷനും ഒരുമിച്ച് ചേർക്കും. ഇങ്ങനെയുള്ളതും ഫ്രേസൽ വേർബ്സ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫ്രേസൽ വേർബ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വേർബിൻ്റെ കൂടെ ഒരു ആഡ് വേർബ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ചേർക്കുമ്പം ഇതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി അങ്ങ് മാറും. ആ വേർബിന് നമുക്കറിയുന്ന അർത്ഥം ആയിരിക്കുകയല്ല ഇത് ചേർത്ത് കഴിയുമ്പോഴുള്ള ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. അപ്പോൾ പലർക്കും ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഇന്ന് ഞാൻ കം കൊണ്ടുള്ള കുറച്ച് ഒത്തിരി പോപ്പുലർ അല്ലാത്ത വളരെ കോമൺ അല്ലാത്ത കുറച്ച് ഫ്രേസൽ വേർബ്സ് ആണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് കം ഇൻ, കം ഔട്ട്, കം ബാക്ക്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്ര കോമൺ അല്ലാത്തതാണ്. അപ്പോൾ ആദ്യത്തേത് കം ടു. കം ടു എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ബോധം കെട്ട് കഴിഞ്ഞിട്ട് അയാൾക്ക് തിരിച്ച് ബോധം വരുമ്പോൾ റീഗെയിൻ കോൺഷ്യസ്നെസ് ചെയ്യുക, അതാണ് കം ടുവിൻ്റെ അർത്ഥം. അതിനൊരു എക്സാമ്പിൾ നോക്കാം. വെൻ ഹീ കെയിം ടു ഹീ ഡിഡ്ന്റ് നോ വെയർ ഹീ വാസ്. എന്ന് വെച്ചാൽ ഇയാൾ ബോധം കെട്ടായിരുന്നു, എന്നിട്ട് ഇയാൾക്ക് ഇപ്പോൾ ബോധം വന്നു. അപ്പോൾ അയാൾക്ക് അയാൾ എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല, അയാളൊരു സ്ട്രേഞ്ച് ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ കം ടു എന്ന് വെച്ചാൽ ബോധം തിരിച്ചു വരിക, റീഗെയിൻ കോൺഷ്യസ്നെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് കം ത്രൂ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഒരാളോട് നമ്മളൊരു വാക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു എഗ്രി ചെയ്തു, ഞാനിങ്ങനെ നിങ്ങളെ ഇന്ന രീതിയിൽ സഹായിച്ചോളാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുക, അതിനെയാണ് കം ത്രൂ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം അവർ ചെയ്യുക, അതിനെയാണ് കം ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സാം കെയിം ത്രൂ വിത്ത് ദ മണി വെൻ ഐ നീഡഡ് ഇറ്റ്. ചെയ്തി പറയുന്നത് സാം പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് കാശ് സംഘടിപ്പിച്ച് തരാമെന്ന്. അപ്പോൾ എനിക്ക് ആവശ്യം വന്നപ്പോൾ സാം പറഞ്ഞിരുന്നത് പോലെ ചെയ്തു. സാമിൻ്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ സാം എന്നെ സഹായിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കം ത്രൂ എന്ന് വെച്ചാൽ ഒരാളുടെ അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ, അവർ പ്രോമിസ് ചെയ്തിരുന്ന പോലെ അവർ ചെയ്യുക. സാധാരണ ഒരാളെ സഹായിക്കാൻ വേണ്ടിയാണ്, അതിനാണ് കം ത്രൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കം ഇൻ ടു. ഇതിൻ്റെ അർത്ഥം ഇൻഹെറിറ്റ് ചെയ്യുക. സാധാരണഗതിയിൽ കാശ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനാണ് കം ഇൻ ടു എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ കെയിം ഇൻ ടു എ ലോട്ട് ഓഫ് മണി വെൻ ഹർ ഗ്രാൻഡ് മദർ പാസ്ഡ്. ഇതിൻ്റെ അർത്ഥം ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ ഗ്രാൻഡ് മദർ കുറേ കാശ് ഇവരുടെ പേരിൽ വില്ലിൽ എഴുതി വെച്ചിട്ട് പോയി. അപ്പോൾ അത് അവരുടെ കയ്യിൽ വന്ന് ചേർന്നു. കെയിം ഇൻ ടു, ഷീ കെയിം ഇൻ ടു എ ലോട്ട് ഓഫ് മണി, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് കം അറ്റ്. അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ നേരെ വരികയാണ്, ദേഷ്യപ്പെട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോലെ, നമ്മളെ ആക്രമിക്കാൻ പോകുന്ന പോലെ നമ്മുടെ നേരെ വരുവാണ്, അതിനാണ് കം അറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ആക്രമിച്ചേക്കും, ചിലപ്പം വെർബലി ദേഷ്യപ്പെട്ട് സംസാരിക്കത്തേ ഉള്ളായിരിക്കും. പക്ഷേ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നമ്മുടെ നേരെ വരുന്നതിനാണ് കം അറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ മാൻ കെയിം അറ്റ് മീ വെൻ ഐ ആസ്ക്ഡ് ഹിം ടു പുട്ട് ഔട്ട് ഹിസ് സിഗരറ്റ്. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു നിങ്ങളുടെ സിഗരറ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്യുക, അപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അയാൾ എൻ്റെ നേരെ ദേഷ്യപ്പെട്ട് വന്നു, അതിനാണ് ഹി കെയിം അറ്റ് മീ എന്ന് പറയുന്നത്. അടുത്തത് കം ഓൺ ടു. ഇതിൻ്റെ അർത്ഥം ഒരാൾ നമ്മളോട് ഫ്ലേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോട് റൊമാൻറ്റിക്കലി ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ പെരുമാറുക, അതിനെയാണ് കം ഓൺ ടു എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ തിങ്ക് ദ വുമൻ അറ്റ് ദ കോഫി ഷോപ്പ് വാസ് കമ്മിങ് ഓൺ ടു യു. ഇവിടെ പറയുന്നത് കോഫി ഷോപ്പിലെ സ്ത്രീ അവർക്ക് നിന്നോട് ഫ്ലേർട്ട് ചെയ്യായിരുന്നു ആ സ്ത്രീ എന്നാണ് പറയുന്നത്. കം ഓൺ ടു എന്ന് വെച്ചാൽ ഫ്ലേർട്ട് ചെയ്യുക. അടുത്തത് കം അറൗണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സ് മാറ്റുക. നമ്മൾ ആദ്യം ഒരു കാര്യത്തിന് എതിരായിരുന്നു, പിന്നെ നമ്മൾ മനസ്സ് മാറി നമ്മൾ അതിന് എഗ്രി ചെയ്തു, അതിനെയാണ് കം അറൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ജെനി കെയിം അറൗണ്ട് ആൻഡ് ഡിസൈഡഡ് ടു ഗോ ഓൺ ദ ട്രിപ്പ് വിത്ത് അസ്. അപ്പം ഇവിടെ കം അറൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെനിക്ക് ആദ്യം ട്രിപ്പിന് പോകാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ പിന്നെ ജെനി മനസ്സ് മാറി നമ്മുടെ കൂടെ ട്രിപ്പിന് വരാൻ സമ്മതിച്ചു എന്നാണ് കം അറൗണ്ട് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇന്ന് ഞാൻ ഈ ഫ്രേസൽ വേർബ്സിൻ്റെയൊക്കെ ഒരൊറ്റ മീനിങ്ങേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. പക്ഷേ ഈ പല ഫ്രേസൽ വേർബ്സിനും ഒന്നിൽ കൂടുതൽ മീനിങ്സ് ഉള്ളവയാണ്. അപ്പം മറ്റ് മീനിങ്സും ഈ ഫ്രേസൽ വേർബ്സിന് ഉണ്ടാവുമെന്ന് പ്ലീസ് റിമെമ്പർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.